കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ രണ്ടാം ദിവസം സഭാ നടപടികളെ ഓർമ്മിപ്പിച്ച് മാതൃകാ നിയമസഭ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 153 വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥി സഭയിൽ പങ്കെടുത്തത്. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും വിദ്യാഭ്യാസ കാര്യങ്ങളും കായിക മേഖലയുമെല്ലാം സഭയിൽ ചർച്ചയായി. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പദ്ധതിക്കാണ് ഈ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. ലഹരി ഉപയോഗത്തിനെതിരെ കേസുകൾ മാത്രം എടുക്കാതെ കൃത്യമായ തുടർ നടപടികൾ കൂടി എടുക്കുന്നുണ്ടോ എന്ന പ്രതിപക്ഷത്തിന്റെ തീർത്തും ന്യായമായ ചോദ്യമാണ് ഈ സഭയിൽ ഉന്നയിക്കപ്പെട്ടത്. കേരള നിയമസഭാ പുസ്തകോത്സവത്തിൽ 3-ാം തവണയാണ് മാതൃകാ നിയമസഭ നടക്കുന്നത്. നിയമസഭ പരിചയപ്പെടുത്തുക, പുതുതലമുറയിൽ ജനാധിപത്യ ബോധം വളർത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി സഭയ്ക്ക് വേദിയൊരുക്കിയത്. സ്പീക്കർ എൻ ഷംസീർ, മന്ത്രി വീണ ജോർജ് എന്നിവർ വിദ്യാർത്ഥി സഭയിൽ പങ്കെടുത്തു. കണ്ണൂർ, വയനാട്, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ നിന്നുള്ള 153 വിദ്യാർത്ഥികളാണ് മാതൃകാ സഭയിൽ പങ്കെടുത്തത്. കൊല്ലം പൂയപ്പള്ളി സ്വദേശി CA ആത്രയായിരുന്നു സഭാനാഥനായ സ്പീക്കർ. തിരുവനന്തപുരം മീനാങ്കൽ സ്വദേശി പാർവതി LR ഡെപ്യൂട്ടി സ്പീക്കറായി. കൊല്ലം കടക്കൽ സ്വദേശി TS മാനവ് മുഖ്യമന്ത്രിയും നെടുമങ്ങാട് സ്വദേശി അമാന ഫാത്തിമ പ്രതിപക്ഷ നേതാവുമായി. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം ചെറുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ വാക്കൌട്ടും നടത്തി. എന്നാൽ ഭരണപക്ഷം അതിനെ ശക്തമായി പ്രതിരോധിച്ചു. ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും, ശ്രദ്ധ ക്ഷണിക്കലും, മന്ത്രിമാരുടെ മറുപടികളും സ്പീക്കറുടെ റൂളിംഗുമൊക്കെയായി വിദ്യാർത്ഥി സഭ വേറിട്ട കാഴ്ച തന്നെയായിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.